എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ക്രിസ്മസ് സ്പെഷ്യൽ അപ്പം ആൻഡ് പാലപ്പം. ഈ മാവിൽ നിന്ന് നിങ്ങൾക്ക് അപ്പവും പാലപ്പവും തയ്യാറാക്കിയെടുക്കാം. ഇതിൽ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല, കപ്പി കാച്ചേണ്ട ആവശ്യമില്ല. പഞ്ഞി പോലത്തെ അപ്പവും പഞ്ഞി പോലത്തെ പാലപ്പവും നമുക്ക് ഇതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ അപ്പവും പാലപ്പത്തിനുള്ള മാവ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് 2 കപ്പ് 250 ml 2 കപ്പ് ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇഡ്ഡലി റൈസിന് പകരം നിങ്ങൾക്ക് പച്ചരി വേണം എടുക്കാം. പക്ഷേ പച്ചരി എടുക്കുമ്പോൾ നല്ല പച്ചരി വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് 1/2 കപ്പ് വെള്ളവലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. ഒരു 5 മിനിറ്റ് മതി. പിന്നെ 3 ടീസ്പൂണോളം ചോറ് വേണം. പിന്നെ നമുക്ക് ഈസ്റ്റ്, പഞ്ചസാര, അപ്പോൾ ഇത്രയും മതി നമുക്ക് ഈ മാവ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക്, അപ്പോൾ ഇതിലേക്ക് നമുക്ക് പകുതി അവല് ചേർക്കാം, പകുതി ചോറ് ചേർക്കാം, കുറച്ചും കൂടി നമുക്ക് ഇഡ്ഡലി റൈസ് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം ചേർക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇതിന് ഒരുപാട് നീണ്ടു പോകുന്ന ബാറ്ററല്ല നമുക്ക് വേണ്ടിയത്. അപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം വളരെ കുറച്ച് മതി. പാലപ്പം ആണെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണം നമുക്ക് മാവിന്. അപ്പം ഇതിനെ ഞാനിപ്പോൾ നികത്തിയാണ് വെള്ളം ഒഴിക്കാൻ പോകുന്നത്. അപ്പം ഇഷ്ടമില്ലാത്തവർക്ക് പാലപ്പവും തയ്യാറാക്കിയെടുക്കാം, പാലപ്പം ഇഷ്ടമില്ലാത്തവർക്ക് അപ്പവും തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ നല്ല സോഫ്റ്റാണ്, 100% ഞാൻ ഗ്യാരണ്ടിയാണ്. ഇതിവിടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കാണിക്കുന്നത്. ഇത് നല്ല ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഇത് കുറച്ച് തരിയുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് ഫൈനായിട്ട് ഞാനൊന്ന് അരച്ചിട്ട് വരാം. അപ്പം അതേ മാവ് നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ ബൗളിലോട്ട് ഇത് മാറ്റണം. ഇപ്പം ഞാൻ 2 ഭാഗമായിട്ടാണ് അരയ്ക്കുന്നത്. വെള്ളവര ചേർക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ അപ്പമൊക്കെ നല്ല വൈറ്റ് കിട്ടും. ഇപ്പോൾ ബ്രൗൺ റൈസ് മട്ടരിയുടെ ചേർക്കുകയാണെങ്കിൽ ഇച്ചിരി കളറ് മാറും അപ്പത്തിന്, അത്രേ ഉള്ളൂ. ഇപ്പം അഥവാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മട്ട റൈസ് ആണെങ്കിൽ മട്ട റൈസിൻ്റെ അവലാണ് ഇരിക്കുന്നതെങ്കിൽ അത് ചേർക്കാം. പിന്നെ ചോറ് ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ഈസ്റ്റാണ്. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഈസ്റ്റ് ഉപയോഗിക്കാം. അത് ക്ലൈമറ്റിനനുസരിച്ച് ചേർക്കാം. അപ്പം ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ പഞ്ചസാര 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ചേർക്കുക. അപ്പത്തിനും പാലപ്പത്തിനൊക്കെ ഇച്ചിരി മധുരം ഉള്ളതാണ് നല്ലത്. അപ്പം നികത്തി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് എപ്പോൾ വേണേലും കൂട്ടുകയും ചെയ്യാം. പക്ഷെ ഒരുപാട് വെള്ളത്തിൽ അരച്ചാൽ ഈ മാവ് നന്നായിട്ട് അരയത്തുമില്ല. നമ്മുടെ ബാറ്റർ വലുതായിട്ട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് പരുവത്തിൽ അപ്പം കിട്ടത്തില്ല. അപ്പോൾ വെള്ളം എപ്പോഴും ഒഴിക്കുമ്പം വെള്ളം ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്ത ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഞാൻ പാത്രത്തിലോട്ട് 2 ട്രിപ്പായിട്ട് അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് എന്നാന്ന് വെച്ചാൽ നന്നായിട്ട് കഴിയുന്നതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഒത്തിരി ഇളക്കണ്ട, എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ഫെർമെൻറ്റേഷന് മാവ് പൊങ്ങാൻ വേണ്ടിയിട്ടുമാണ്. നീ ഒന്ന് അടച്ച് വെച്ച് ഓവർനൈറ്റ് ഇതൊന്ന് അടച്ച് വെക്കണം. പിന്നെയാണ് ഇപ്പോൾ തണുപ്പ് സമയമായതുകൊണ്ട് പൊങ്ങാനായിട്ട് ഇച്ചിരി താമസമുണ്ട്. ഇപ്പോൾ ചൂട് സമയത്താണെങ്കിൽ ഈ മാവ് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 4 to 6 hours കൊണ്ട് മാവ് പൊങ്ങും. ഇപ്പം തണുപ്പ് എല്ലായിടത്തും തുടങ്ങിയതുകൊണ്ട് ഒരു 8 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പം നീ നാളെ രാവിലെ ത്തേക്ക് നമുക്കിത് മാവ് റെഡിയാവും. പിന്നെ ഞാൻ ഒരു കാര്യം, ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഉപ്പ് മാവ് പൊങ്ങിയതിന് ശേഷമാണ് ഉപ്പ് സാധാരണ ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് മാവ് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം.
അപ്പം ഇതുവരെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതേപോലെ നിങ്ങൾ കമൻറ്റിൽ നിങ്ങൾ ആരും തന്നെ കമൻറ്റ് എഴുതുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. എന്നാലാണ് യൂട്യൂബ് എന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുമുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്കും ഇതിൽ എന്തെങ്കിലും നല്ല ടിപ്സോ എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും ഒരു ഉപകാരപ്രദം. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു രീതിയാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് മാവ് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് രാവിലെ ആയിട്ടുള്ളത് മാവ് പൊങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് ഇളക്കുവാണ്. ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, അതാ കുറച്ച് ഉപ്പൂടെ ചേർക്കുവാണ്. അപ്പം ഞാൻ രാവിലെ അപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് ആദ്യം. അപ്പം ഞാനിതിപ്പം ഉപ്പിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ. ഇതിപ്പോൾ ഇന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ള മാവ് മാത്രം എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ്. നല്ല ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ ഇത് അടച്ച് വെക്കാനായിട്ട് നോക്കണം. അപ്പത്തിന് ഈ ഒരു പഴവും മതി. പക്ഷെ പാലപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അപ്പം ഞാൻ ആദ്യം അപ്പം ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ദോശക്കല്ലാണെങ്കിൽ കുറച്ച് എണ്ണ തടവണം. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ കുഴപ്പമില്ല, എണ്ണ തടവേണ്ട ആവശ്യമില്ല. ഈ കുമ്പളയെല്ലാം വന്നുണ്ട്. അപ്പം നമ്മുടെ മാവ് നല്ല പൊങ്ങിയതിൻ്റെതാണ്. ഇനി ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാകും. അപ്പം അതേ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല പൂ പോലത്തെ അപ്പമാണ്. ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. സ്വല്പം എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുക്കും. അപ്പം നിങ്ങൾക്ക് മാവിന് ഇച്ചിരി കട്ടി തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ കൊമളകളെല്ലാം ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഉണ്ടാക്കിയ അപ്പമാണ്. വളരെ നല്ല സോഫ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഇതിന് കറി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് വരെ ഇത് വളരെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. ഇതിന് സ്റ്റൂവോ വെജിറ്റബിൾ സ്റ്റൂവോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂവോ മട്ടൺ സ്റ്റൂവോ ഒക്കെ വെച്ച് കഴിക്കാൻ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ ഉണ്ടാക്കി ഈ ക്രിസ്മസ് കാലത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഈ മാവിൽ നിന്ന് നമുക്ക് പാലപ്പവും തയ്യാറാക്കിയെടുക്കാം, അപ്പവും തയ്യാറാക്കിയെടുക്കാം, പാലപ്പവും തയ്യാറാക്കിയെടുക്കാം. പാലപ്പം ഇഷ്ടമില്ലാത്തവർക്ക് അപ്പവും, അപ്പം ഇഷ്ടമില്ലാത്തവർക്ക് പാലപ്പവും തയ്യാറാക്കിയെടുക്കാം. ഇതിനകത്ത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാവ് തയ്യാറാക്കിയെടുത്ത് അപ്പം ഉണ്ടാക്കാം. രണ്ടാമത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട്. നല്ല പൂ പോലത്തെ അപ്പമാണിത്, നല്ല സോഫ്റ്റാണ്. ഇപ്പം ഞാൻ അപ്പം തയ്യാറാക്കിയതിൻ്റെ ബാക്കി മാവാണ്. ഇതിപ്പം പാലപ്പത്തിന് ഇച്ചിരി കട്ടിയാണ് മാവ്. ഇത് ഇച്ചിരിയും കൂടി ഒന്ന് ലൂസാക്കണം. ഇപ്പം രണ്ടും നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം ഇന്ന് അപ്പം ഉണ്ടാക്കുക, നാളെ അല്ലേ പാലപ്പം ഉണ്ടാക്കുക. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പം ഇന്നിപ്പം അപ്പം തിന്നിട്ട് നാളെ ഒന്നുകൂടെ അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മടുക്കും. ഇപ്പം പാലപ്പം ആക്കും. മതി. ഇപ്പോൾ കുറച്ച് വെള്ളത്തിലാണ് ഞാനിത് നോക്കണം. അപ്പം ഇതുണ്ടോ, നമുക്ക് ഒഴിക്കാവുന്ന ഒരു പരുവാകണം. ഈ പാലപ്പത്തിൻ്റെ മാവ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാണ്. ഇതാ നമ്മുടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല സോഫ്റ്റ് പാലപ്പാണ്. അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മാവിൽ നമുക്ക് അപ്പവും തയ്യാറാക്കിയെടുക്കാം, പാലപ്പവും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈസി ടേസ്റ്റി ആയിട്ടുള്ള
ബ്രേക്ക്ഫാസ്റ്റ് ഇതേവരെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ക്രിസ്മസ് കാലത്ത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് ഓണ കിച്ചണിൽ വരുന്നത് വരെ നന്ദി, നമസ്കാരം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.